ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് ഈവനിങ്. മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് നമ്മളുടെ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് വളരെ പ്രധാനപ്പെട്ട ചില വിവരങ്ങളാണ് നമുക്ക് ഷെയർ ചെയ്യാനുള്ളത്. നമ്മൾ നമ്മുടെ ഇന്ത്യൻ സാമ്പത്തിക രംഗത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ കണക്കുകളൊക്കെ ഭയങ്കര ഗംഭീരമാണ്. പൊതുവെ കണക്കുകൾ ഇറക്കുന്നത് നമ്മളുടെ ഗവൺമെൻറ്റാണ്. അപ്പോൾ ഗവൺമെൻറ് എപ്പോഴും നമുക്കറിയാം, ലോകത്തുള്ള ഏത് ഗവൺമെൻറ് ആയാലും അവരുടെ സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ നമുക്ക് എത്രത്തോളം പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ കഴിയണോ വേണ്ട എന്നുള്ളത് നമ്മളൊരു എന്താണ് ഡബിൾ തിങ്ക് അല്ലെങ്കിൽ തിങ്ക് ടോയ്സ് ഒന്നുകൂടെ നമ്മൾ ചിന്തിച്ചിട്ട് നമ്മളെ ഗവൺമെൻറ് പുറത്തിറക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്സ്, പ്രത്യേകിച്ച് രാഷ്ട്രീയപരമായിട്ട് നേട്ടം ഉണ്ടാക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന മേഖലകളെക്കുറിച്ചുള്ള എന്താണ് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ്, പ്രത്യേകിച്ച് ലോകത്തുള്ള ഏത് ഗവൺമെൻറ് സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്കറിയാം. അത് ഉണ്ടാക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ടാക്കുന്ന ഡാറ്റ മാനേജ് ചെയ്യാൻ, ഡാറ്റ ആക്സസ് ഉള്ള ഡാറ്റ മാനേജ് ചെയ്യുന്ന ആൾക്കാർക്ക് അതിനകത്തിൽ പല രീതിയിലുള്ള എന്താണ് പറയുന്നത് അഡീഷൻസും ഡിലീഷൻസും ഒക്കെ അവർക്ക് ചെയ്യാൻ സാധിക്കും. നമ്മുടെ മുമ്പിൽ, ജനങ്ങളുടെ മുമ്പിൽ ഒരു ഫൈനൽ എന്താണ് പറയുന്നത് ഒരു ഔട്ട്പുട്ട് വരുമ്പം നമുക്കത് പൂർണ്ണമായിട്ട് നമുക്കറിയത്തില്ല, അതിൻ്റെ വിശ്വാസ്യത നമുക്കറിയത്തില്ല. ഉദാഹരണത്തിന് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ഇത്ര ശതമാനം വളർച്ച പ്രാപിച്ചു കഴിഞ്ഞ ക്വാർട്ടറിൽ, അല്ലെങ്കിൽ കഴിഞ്ഞ ഹാഫ് ഇയറിൽ, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം എന്നൊക്കെ പറഞ്ഞ് നമ്മളുടെ മുമ്പിൽ ഇപ്പോൾ 6.5% അല്ലെങ്കിൽ 6.8% എന്നൊക്കെ പറയുമ്പോൾ നമ്മളെപ്പോലുള്ള സാധാരണക്കാർ ഇതിൻ്റെ പിന്നിൽ കൂടുതൽ സ്റ്റഡി നടത്താനും റിസർച്ച് നടത്താനും പോകുന്നില്ല. നമ്മളത് ജസ്റ്റ് കേൾക്കുന്നു, നമ്മളത് വിശ്വസിക്കുന്നു അല്ലെങ്കിൽ വിശ്വസിക്കാതിരിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ പൊതുവേ നമ്മൾ. അപ്പം സ്റ്റാറ്റിസ്റ്റിക്സ്, നമുക്ക് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് പൂർണ്ണമായിട്ട് നമുക്ക് ക്രെഡിബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ക്രെഡിബിൾ അല്ല. ഇപ്പം ഏത് ഗവൺമെൻറ്റിൻ്റെ ഏത് ടൈപ്പ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആയാലും. ഓക്കെ, അപ്പോൾ നമ്മൾ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് പറയുമ്പോൾ പിന്നെ വളരെ റോസി പിക്ചേഴ്സ് ഒക്കെയാണ് നമുക്ക് കിട്ടുന്നത്. എന്ന് വെച്ചാൽ ലോകത്തിലെ ഏറ്റവും പിന്നെ എന്താണ് പറയുന്നത് സാമ്പത്തിക വളർച്ചയുള്ള ഒരു രാജ്യമായിട്ട് ഇന്ത്യ മാറി. അതൊക്കെ ശരിയായിരിക്കാം, കാരണം മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പിന്നെ സാമ്പത്ത് ഇക്കണോമിക് ഗ്രോത്ത് ഉള്ള രാജ്യം ഇന്ത്യ ഒക്കെ തന്നെയാണ്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ നമ്മളുടെ എക്കോണമിയെ അടിമുടി നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ പല അടിസ്ഥാനപരമായിട്ടുള്ള അല്ലെങ്കിൽ ഘടനാപരമായിട്ടുള്ള പ്രതിസന്ധികൾ, സമ്മർദ്ദങ്ങളൊക്കെ നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ നിലനിൽക്കുന്നുണ്ട്. അത് കൂടുതൽ ശക്തമാവുകയാണ് എന്നാണ് നമുക്ക് പൊതുവെയുള്ള വിശകലനത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ ഇതിനകത്തിൽ ഒരു ബിസിനസ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന പത്രത്തിൻ്റെ കോളമിസ്റ്റ് ആയിട്ടുള്ള ദേബാശിഷ് ബസു എന്ന് പറയുന്ന ജേർണലിസ്റ്റിൻ്റെ ഒരു അനാലിസിസ് ആണ്. അദ്ദേഹത്തിൻ്റെ ഈ അനാലിസിസ് അനുസരിച്ചിട്ട് ഇതിനകത്തിൽ 5 പ്രതിബന്ധങ്ങൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ വളരെ രൂക്ഷമായിട്ട് നേരിടുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പം GDP-യുടെ കണക്കും ഓഹരി വിപണിയുടെ ഭയങ്കര കൊട്ടിഘോഷിച്ചുള്ള പെർഫോമൻസും ഒക്കെ തന്നെ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് നമുക്ക് എന്താണ് ആശ്വാസം പകരുന്ന കാര്യമാണെങ്കിൽ തന്നെയും രാജ്യത്തിൻ്റെ വളർച്ച നമുക്കറിയാം, ഈ ഒന്നാമത് ഗ്ലോബൽ ഇഷ്യൂസ് ഉണ്ട്, അത് വേറൊരു കാര്യം. പക്ഷെ എന്നാലും നമുക്കറിയാം, ഇപ്പം ചൈനയെ പോലെ അല്ലെങ്കിൽ അതുപോലുള്ള ഈ രാജ്യങ്ങൾ ഇപ്പോൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ, എസ്പെഷ്യലി ചൈന തന്നെ നമുക്ക് എടുക്കാം. ഇപ്പം ചൈന ആർജിച്ച അല്ലെങ്കിൽ ചൈന ഉണ്ടാക്കിയെടുത്ത ആ ഒരു ഇക്കണോമിക് മിറക്കിൾ എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിലൊക്കെ ഇന്ത്യക്ക് ഇതിനെ എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. അത് നമുക്ക് സ്റ്റാർട്ട്സ് വിത്ത് ഓഫ് പൊളിറ്റിക്സ് ഇല്ലേ. നമ്മുടെ രാഷ്ട്രീയം മുതലാണ്, രാഷ്ട്രീയം ഉണ്ടാക്കിയെടുക്കുന്ന പിന്നെ സംവിധാനങ്ങൾ, നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഇല്ലേ, ഗവർണിംഗ് സിസ്റ്റംസ്, ഇതൊക്കെ തന്നെയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ശരിക്കുമുള്ള പ്രശ്നങ്ങളുടെ തുടക്കം. കാരണം പൊളിറ്റിക്സ് വലിയൊരു റിഗ്രസീവായിട്ടുള്ള ഒരു ഫാക്ടറാണ് നമ്മുടെ ഇന്ത്യയിൽ, അല്ലെങ്കിൽ ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളിൽ. ഈ പറഞ്ഞ രാഷ്ട്രീയവും രാഷ്ട്രീയ സംവിധാനങ്ങളും രാഷ്ട്രീയ വ്യവസ്ഥിതികളും ഒക്കെ ഉള്ള രാജ്യങ്ങളുടെ എല്ലാ അവസ്ഥകളും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഈ പറയുന്ന പോലെ തന്നെ എവരീ പല പൊളിറ്റിക്കൽ ലീഡേഴ്സ്, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഭരിക്കുന്ന ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് 2047 നമ്മൾ ഭയങ്കര ഇത്ര $1 ട്രില്യൺ, 40 ഒക്കെ 35 ട്രില്യൺ ഒക്കെ എക്കോണമി ആവുന്നൊക്കെ പറയുന്നത് എവിടുന്ന് അവർ പറയുന്നതാണെന്ന് നമുക്കറിയില്ല. അവരിപ്പോൾ പറഞ്ഞിട്ട് അവരങ്ങ് പോകും എന്തായാലും, തീർച്ചയായിട്ടും. പക്ഷേ നമുക്ക് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയുടെ യാത്ര കണ്ടിട്ട് നമുക്ക് അതത്ര വലിയ ഹോപ്പ്ഫുൾ ആണെന്ന് നമുക്ക് തോന്നുന്നില്ല. രാജ്യം വളരും സാമ്പത്തികമായിട്ട്, പക്ഷേ തീർച്ചയായിട്ടും
ഇനി ഈ പറയുന്നത് 47 എന്ന് പറയുമ്പോൾ 100 വർഷം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി 100 വർഷമാകുന്ന ഒരു കാലയളവ് വെച്ചിട്ടാണ് 47-ൽ ഇന്ത്യ എത്ര 35 ട്രില്യൺ ഡോളറിൻ്റെ എക്കോണമിയാണെന്നൊക്കെ ഇവിടെ പലരും പറയുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട്. ഇപ്പം 26 ഇരുപത്തഞ്ചും പിന്നെ 47-ന് എത്ര വർഷമുണ്ട്? 22 വർഷം. ഇനി 21 വർഷം കൂടെ ഉള്ളൂ, 26 തുടങ്ങി. അപ്പോൾ ഈ 21 വർഷം കൊണ്ട് നമുക്ക് എത്രത്തോളം അച്ചീവ്മെൻറ്റ് സാമ്പത്തികമായിട്ട് ഇപ്പം തന്നെ നമ്മൾ കഷ്ടിച്ച് 4 ട്രില്യൺ ഡോളറിൻ്റെ എക്കോണമി ആയിട്ടുള്ളൂ. നമുക്കിവിടെ ഈ പറഞ്ഞ അവർ പറയുന്ന അനുസരിച്ചിട്ടുള്ളൊരു 35 ട്രില്യൺ ഡോളറിൻ്റെ എക്കോണമി ആണെങ്കിൽ ഇനിയും നമുക്ക് ഏണ്ട് എത്ര അച്ചീവ് ചെയ്യണം? നമുക്ക് 26 + 4 30, പിന്നെ 5 31 ട്രില്യൺ ഡോളറിൻ്റെ നമ്മുടെ പല പൊളിറ്റിക്കൽ ലീഡേഴ്സ് പറയുന്നുണ്ട് 47 ഇത്ര ട്രില്യൺ ഡോളറിൻ്റെ എക്കോണമിയാണ് നോക്കുന്നത്. ഓക്കെ, നമുക്ക് 35 ഫിക്സ് ചെയ്യാം, 35 ട്രില്യൺ ഡോളറിൻ്റെ. അപ്പോൾ 31 ട്രില്യൺ ഡോളർ ഈ പറഞ്ഞ 21 വർഷം കൊണ്ട് നമ്മൾ അച്ചീവ് ചെയ്യണം. ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ അച്ചീവ് ചെയ്യില്ലെന്ന് നമ്മൾ ഒരു സാധാരണ പൗരന് പോലും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാവുന്നുള്ളൂ. ഇന്ത്യക്ക് അങ്ങനെ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ സാധിക്കും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. പുറമേ നമ്മളെ കാണുമ്പം സമ്പദ് വ്യവസ്ഥ വലിയ കുഴപ്പമൊന്നുമില്ലെങ്കിൽ തന്നെയും അടിത്തട്ടിൽ അല്ലെങ്കിൽ ഘടനാപരമായിട്ടുള്ള സ്ട്രക്ചറലായിട്ടുള്ള അത് പൊളിറ്റിക്കലായിട്ടുള്ള ഒത്തിരി സമ്മർദ്ദങ്ങൾ നമ്മുടെ രാജ്യത്ത് ശക്തമാവുകയാണ് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. നയപരമായിട്ടുണ്ടാക്കി വെക്കുന്ന ചെറിയൊരു തെറ്റ് പോലും തീർച്ചയായിട്ടും വലിയ തിരിച്ചടിക്ക് കാരണമാകാം. അപ്പോൾ ഈ 5 ഫാക്ടേഴ്സ് എന്തൊക്കെയുള്ളതാണ് നമുക്ക് ഇതിനകത്തിൽ മനസ്സിലാക്കാനുള്ളത്? ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മളുടെ ഡെറ്റ് ടു ജി ഡി പി, അതായത് ഉയർന്ന കടം. ജി ഡി പിയുമായിട്ടുള്ള അനുപാതം, കടവും ജി ഡി പി ആയിട്ടുള്ള അനുപാതം വളരെ കൂടുതലാണ്. ഏകദേശം കേന്ദ്രത്തിൻ്റെയും സംസ്ഥാനങ്ങളുടെയും ഒരുമിച്ച് മൊത്തം കടബാധ്യത നമ്മൾ എടുത്ത് നോക്കുമ്പോൾ അതിനെ ജി ഡി പി ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഏകദേശം 80% മുകളിലാണ്. ഗവൺമെൻറ്റുകളുടെ, അത് കേന്ദ്രത്തിൻ്റെ ആയാലും സംസ്ഥാനങ്ങളുടെ ആയാലും, അവർക്ക് കിട്ടുന്ന റവന്യൂവിൻ്റെ ഭൂരിഭാഗവും ഈ പറഞ്ഞ 80% മുകളിലും ഒരുപക്ഷെ ശമ്പളം, പെൻഷൻ, അതുപോലെ തന്നെ പലിശ, അവരെടുത്ത കടങ്ങളുടെ പലിശ കൊടുക്കുക, അതുപോലെ തന്നെ സബ്സിഡികൾ, പിന്നെ ഇതുപോലുള്ള സ്ഥിരം ചെലവുകൾ എന്ന് വെച്ചാൽ ഇതൊന്നും അവർക്ക് ഒഴിച്ചു നിർത്താൻ പറ്റാത്തതാണ്. ഈ ചെലവുകൾ സംസ്ഥാനങ്ങളുടെ, പ്രത്യേകിച്ച് സർക്കാരിൻ്റെ, കേന്ദ്രത്തിൻ്റെയും സംസ്ഥാന സർക്കാരുകളുടെയും വരുമാനത്തിൻ്റെ നല്ലൊരു ഭാഗത്തെ അത് കൺസ്യൂം ചെയ്യുന്നതാണ്. അതുകൊണ്ട് നമുക്കറിയാം അത് വികസനത്തിന് ഉപയോഗിക്കാൻ ബാക്കി പൈസ ഒന്നും കാണത്തില്ല. കേന്ദ്രത്തിൻ്റെ ഭാഗത്തായാലും എഡ്യൂക്കേഷന്, ഹെൽത്ത്, ഇൻഫ്രാസ്ട്രക്ചർ, ഇതുപോലുള്ള കാര്യങ്ങൾക്ക് ചെലവഴിക്കാൻ വേണ്ടി സംസ്ഥാനങ്ങളുടെ ഒട്ടുമില്ല, കേന്ദ്രത്തിൻ്റെ അല്ല. പിന്നെ അത് അവർ വളരെ കഷ്ടപ്പെട്ടും പ്രയാസപ്പെട്ടുമൊക്കെ വളരെ, നമുക്ക് ശരിക്കും പറഞ്ഞാൽ എഡ്യൂക്കേഷനും ഹെൽത്തിനും ഒന്നും ബഡ്ജറ്റ് ചെയ്തിരിക്കുന്ന എമൗണ്ട് ഒന്നും നമുക്ക് സഫീഷ്യൻ്റ് അല്ല എന്നുള്ളത് നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാക്കും. അപ്പോൾ ഉയർന്ന കടം ജി ഡി പി അനുപാതം, അതായത് ഡെറ്റ് ടു ജി ഡി പി അനുപാതം വളരെ കൂടുതലാണ്, 80% മേളിലാണ്. അത് വല്ലാതെ നമ്മളെ എന്താ പറയുന്നത് ചലഞ്ച് ചെയ്യുന്ന, നമ്മുടെ എക്കോണമി ചലഞ്ച് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. പിന്നെ നികുതി വരുമാനത്തിലുള്ള മന്ദഗതി, എന്ന് വെച്ചാൽ നികുതി വരുമാനത്തിൽ പൊതുവെ നേരത്തെ ജി ഡി പി, ജി എസ് ടിയുടെ പിന്നെ വളർച്ച നമുക്ക് വളരെ അനുകൂലമായിരുന്നെങ്കിൽ തന്നെയും സമീപകാലത്ത് ഈ ജി എസ് ടിയുടെ എന്ന് വെച്ചാൽ ജി എസ് ടി കളക്ഷൻ അല്ലെങ്കിൽ ജി എസ് ടി റവന്യൂസിൽ വളരെ കുറവ് തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ കുറവുണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നത്. അത് തീർച്ചയായിട്ടും എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്കോണമിയിലാകെ കൺസംഷൻ്റെ കുറവ് വന്നിട്ടുണ്ട്. അപ്പോൾ കൺസംഷൻ്റെ കുറവ് വരുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൾക്കാരുടെ കയ്യിലുള്ള ഡിസ്പോസിബിൾ ഇൻകം എന്ന് വെച്ചാൽ ചിലവഴിക്കേണ്ട പർച്ചേസിങ് പവർ കുറവാകുന്നതുകൊണ്ടായിരിക്കാം ഉപഭോഗം കുറയുന്നത്. അപ്പോൾ വരുമാനം മന്ദഗതിയിലായാൽ ചിലവ് കുറയ്ക്കും, ഇല്ലേ? ഒരു വ്യക്തിക്ക് ഉള്ള വരുമാനം കുറയുമ്പോൾ തീർച്ചയായിട്ടും ചിലവ് കുറയ്ക്കും. ചിലവ് കുറയ്ക്കുമ്പോൾ ഈ പറഞ്ഞ ബിസിനസ് ആക്ടിവിറ്റീസ് പൊതുവെ മന്ദഗതിയിലാകും. അപ്പോൾ ജി എസ് ടിയുടെ അളവും കുറയും. അപ്പോൾ ഈ വരുമാനം കുറയുമ്പോൾ എന്ത് ചെയ്യും? ഒന്നുകിൽ ചിലവ് കുറയ്ക്കും, അല്ലെങ്കിൽ കടമെടുക്കും. അത് ഗവൺമെൻറ്റിന് കൂടുതൽ കടത്തിലേക്ക് ഗവൺമെൻറ്റിനെ നയിക്കുന്നുണ്ട്. അപ്പോൾ നികുതി വരുമാനത്തിലുള്ള മന്ദഗതി അല്ലെങ്കിൽ കുറവ്, അത് വലിയൊരു രണ്ടാമത് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഘടകമാണ്. പിന്നെ വരുന്നത് കുടുംബ സമ്പാദ്യത്തിലുള്ള ഇടിവാണ്. കുടുംബ സമ്പാദ്യത്തിലുള്ള ഇടിവെന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെയിൻ സ്റ്റേ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാമിലി സേവിങ്സ് ആണ് ശരിക്കും പറഞ്ഞാൽ. ഒരുപക്ഷെ ലോകത്തിലെ വളരെ റയറായിട്ടുള്ള ഒരു രാജ്യം ഇന്ത്യ മാത്രമേ ഉള്ളൂ. കാരണം ഈ സേവിങ്സ് വളരെ, പ്രത്യേകിച്ച് കുടുംബ സേവിങ്സ് എന്ന് നമ്മൾ പറയാം. എന്നുവെച്ചാൽ ഒട്ടുമിക്ക എല്ലാ വ്യക്തികളെയും കുടുംബത്തെ നമ്മൾ എന്താ പറയുക, അവർക്ക് സേവിങ്സ് കാണും. ഈ സേവിങ്സ് ആണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ശക്തമായിട്ടുള്ളൊരു
പില്ലാർ അല്ലെങ്കിൽ തൂണെന്ന് പറയുന്നത്. അതും ജി ഡി പി ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നേരത്തെ 10% എന്നുള്ളതിൽ നിന്ന് 7%-ത്തിലേക്ക് അതിപ്പം കുറയുകയുണ്ടായി. അപ്പം അതിൻ്റെയും കാരണം കുടുംബത്തിൻ്റെ വരുമാനങ്ങൾ കുറഞ്ഞു എന്നുള്ളതാണ്. തൊഴിലില്ലായ്മ അല്ലെങ്കിൽ തൊഴിൽ സുരക്ഷ ഇല്ലായ്മ, പിന്നെ യഥാർത്ഥ വേതന വർധനവില്ലായ്മ, വേതനം, ശമ്പളം, സാലറി ഒന്നും വർദ്ധിക്കുന്നില്ല. അത് നമുക്കറിയാവുന്നതാണ് പലയിടത്തും. അപ്പം ഇങ്ങനെയൊക്കെ ആകുമ്പോൾ തീർച്ചയായിട്ടും ആൾക്കാർക്ക് സേവ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകും. കാരണം അവരുടെ എക്സ്പെൻഡിച്ചേഴ്സ് കുറയുന്നൊന്നുമില്ല, പൊതുവെയുള്ള, ഇല്ലേ, നമ്മുടെ ജീവിത നിലവാരമായിട്ട് ബന്ധപ്പെട്ട ചിലവുകൾ കുറയുന്നില്ല. ആ ചെലവ് കൂടുന്നതിനനുസരിച്ച് ഒന്നുകിൽ തൊഴിലിൽ സുരക്ഷയില്ല, അല്ലെങ്കിൽ പിന്നെ ശമ്പള വർധനവില്ല, വേതന വർധനവില്ല. അപ്പം ഇത് കാരണം ആൾക്കാർക്ക്, കുടുംബങ്ങൾക്ക് പിന്നെ സേവ് ചെയ്യാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ അവർ സേവ് ചെയ്യുന്നതിൻ്റെ അളവ് വളരെ കുറവാണ്. അപ്പം അതും സമ്പദ് വ്യവസ്ഥയ്ക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കി വെക്കുന്ന ഒരു കാര്യമാണെന്നാണ് പറയുന്നത്. അതായത് ഉപഭോഗത്തിനും ആഭ്യന്തര നിക്ഷേപത്തിനുള്ള വക കുറയുന്നു. ആൾക്കാരുടെ പൈസ ഇല്ലാത്തതുകൊണ്ട് ഉപഭോഗം, കൺസംഷന് വേണ്ടി പൈസ ഇല്ല. മനസ്സിലായല്ലോ. അതുകൊണ്ട് ഈ സേവിങ്സ് കുറവായതുകൊണ്ട് നമ്മുടെ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റ്മെൻറ്റിന് ഇപ്പം ബാങ്കുകളിലും മറ്റ് ഇതുപോലുള്ള ഇൻഷുറൻസിലും ഒക്കെ തന്നെ ജനങ്ങൾ കൊണ്ടുപോയി പണം ഡിപ്പോസിറ്റ് ചെയ്ത് അല്ലെങ്കിൽ സേവ് ചെയ്യുന്നുണ്ട്. ഈ സേവിങ്സ് ആണല്ലോ നമ്മുടെ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു വലിയൊരു, എന്താണ് പറയുന്നത്, റിസർവ് എന്ന് പറയുന്നത്. റിസർവ് ഇൻ ദ സെൻസ്, അപ്പം അത് ഡൊമസ്റ്റിക് ബിസിനസ്സുകൾക്ക് ലോണായിട്ടും മറ്റും ഡിസ്ബേഴ്സ് ചെയ്യാൻ ഈ പറഞ്ഞ ഫൈനാൻഷ്യൽ ബാങ്കുകളിൽ നിന്നും ഇൻഷുറൻസ് സെക്ടറിൽ നിന്നൊക്കെയാണല്ലോ. അപ്പോൾ അതിൻ്റെ ഈ നിക്ഷേപ സാധ്യതകൾ അപ്പോൾ കുറയും. ഡിപ്പോസിറ്റ്, ഈ സേവിങ്സ് കുറയുമ്പോൾ നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ ആകെ ജനറലി പൊതുവെ നമ്മൾ പറയുമ്പോൾ, അപ്പോൾ ഇതെല്ലാം സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയ്ക്ക്, എന്താണ് പറയുന്നത്, പ്രതിസന്ധി സൃഷ്ടിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ വളർച്ചയ്ക്ക് വിഘാതം സൃഷ്ടിക്കുന്ന ഘടകങ്ങളായിട്ടാണ് ഈ പറഞ്ഞ ജേർണലിസ്റ്റായിട്ടുള്ള വ്യക്തി ചൂണ്ടിക്കാണിക്കുന്നത്. പിന്നുള്ളത് നമുക്കറിയാം, ഗ്ലോബലായിട്ടുള്ള ജിയോ പൊളിറ്റിക്കൽ മാറ്റങ്ങൾ. പ്രത്യേകിച്ച് നമ്മൾ ടാരിഫിൻ്റെ ഭീഷണിയിൽ, ടാരിഫ് പിന്നെ നേരിടുന്നൊരു രാജ്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും അമേരിക്ക എന്ന് പറയുന്ന വലിയൊരു മാർക്കറ്റ് നമുക്ക് നഷ്ടമായിട്ടുണ്ട്. ആഭ്യന്തരമായിട്ടുള്ള വിഷയങ്ങൾ ഇതൊക്കെയാണ്. ഡൊമസ്റ്റിക്, അത് നമുക്ക് പറയാൻ പറ്റുന്ന ഈ ഫാക്ടേഴ്സ്. അതിനോടൊപ്പം തന്നെ ഈ നമുക്ക് ആഗോളപരമായിട്ടുള്ള, എന്നുവെച്ചാൽ അമേരിക്കയുമായിട്ടുള്ള നമ്മുടെ ട്രേഡ് വാർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. വ്യാപാര യുദ്ധം എന്ന് വെച്ചാൽ ട്രംപിൻ്റെ അമേരിക്കൻ ഭരണകൂടത്തിൻ്റെയും ടാരിഫ് വാർ ഇന്ത്യയുടെ മുകളിൽ ഇപ്പോൾ നിലവിലുണ്ടല്ലോ. അപ്പോൾ അത് കാരണം നമുക്ക് നമ്മളുടെ ബിസിനസ് പ്രത്യേകിച്ച് കുറവുണ്ടായിട്ടുണ്ട്, കയറ്റുമതി കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പല ആൾക്കാരും, പല ഇൻവെസ്റ്റേഴ്സും ഇന്ത്യയിലെ ഇൻവെസ്റ്റ് ചെയ്യാൻ മടിക്കുന്നുണ്ട്. കാരണം ഇൻവെസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. കാരണം ഈ ഉൽപ്പന്നങ്ങൾ ഉയർന്ന തോതിൽ, ഉയർന്ന ടാരിഫിൻ്റെ വെളിച്ചത്തിൽ അമേരിക്കൻ മാർക്കറ്റിലേക്ക് പിന്നെ നമുക്ക് കയറ്റി അയക്കാൻ സാധിക്കത്തില്ല. അതുപോലെ തന്നെ പൊതുവെ ജിയോ ഇക്കണോമിക് കണ്ടീഷൻസ് അനിശ്ചിതത്വത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ്. നമുക്ക് പലയിടത്തും യുദ്ധങ്ങൾ നിലനിൽക്കുന്നു, യുദ്ധത്തിനുള്ള സാധ്യതയുണ്ട്. അപ്പം ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ഇന്ത്യക്ക് കൃത്യമായിട്ട് നമുക്കറിയാം, ഡിപ്ലോമാറ്റിക്കായിട്ടുള്ള വിക്ടറീസ്, നമ്മളിങ്ങനെ ഒരു പരുവത്തിൽ അങ്ങ് പോകുന്നു മാത്രമേ ഉള്ളൂ. നമുക്ക് പറയത്തക്ക ഡിപ്ലോമാറ്റിക് വിക്ടറീസ് ഒന്നുമില്ല. എന്താണ് പറയുന്നത്, നയതന്ത്ര നേട്ടങ്ങളും നമുക്കിതിൽ നേടാൻ കഴിഞ്ഞിട്ടില്ല. അമേരിക്കയുമായിട്ടുള്ള പ്രശ്നത്തിലായാലും ഈവൻ ചൈനയുമായിട്ടുള്ള പ്രശ്നത്തിലൊക്കെ തന്നെ നമുക്ക് നയതന്ത്ര നേട്ടങ്ങളൊന്നുമില്ല. നമ്മുടെ അയൽ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളെല്ലാം വളരെ വഷളാണ്. പിന്നെ മറ്റു പല രാജ്യങ്ങളുമായിട്ടും നമുക്ക് ഈ പറഞ്ഞ, ഇപ്പം ഇറാനിലെ പ്രക്ഷോഭം, അപ്പം നമ്മൾ ചബഹാർ പോർട്ട് നമ്മുടെ വലിയൊരു ഇൻവെസ്റ്റ്മെൻ്റാണ്. അഫ്ഗാനിസ്ഥാനിൽ നമുക്ക് കൃത്യമായിട്ടുള്ളൊരു, കാരണം പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള വിഷയങ്ങൾ, മിഡിൽ ഈസ്റ്റിൽ പല രാജ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വെനിസ്വേല എന്ന് പറയുന്ന രാജ്യം. അപ്പോൾ ഈ അമേരിക്കയുടെ സമ്മർദ്ദ തന്ത്രത്തിന് വിധേയമാകുന്ന രാജ്യങ്ങളാണ് പലതും. അപ്പോൾ ഇന്ത്യ അമേരിക്കയും തമ്മിലുള്ള ബന്ധം അത്ര ഊഷ്മളമല്ലാത്തതുകൊണ്ട് തീർച്ചയായിട്ടും ഇന്ത്യക്ക്
പല മേഖലകളിലും നമ്മളുടെ സാമ്പത്തികമായിട്ടുള്ള അല്ലെങ്കിൽ നയതന്ത്രപരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ട് നിലനിൽക്കുന്നു. അപ്പം ഇങ്ങനെയൊക്കെയുള്ള അവസരങ്ങളുണ്ട്. രാഷ്ട്രീയമായിട്ട് ഗവൺമെൻറ് എന്ത് നോക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജനങ്ങളെ കബളിപ്പിച്ച് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ശമ്പള കമ്മീഷൻ ശുപാർശകൾ, വായ്പകൾ എഴുതി തള്ളുക, കൂടുതൽ സബ്സിഡി നൽകുക. കൂടുതൽ സബ്സിഡി നൽകുക എന്നൊക്കെ പറഞ്ഞാൽ വീണ്ടും കടമെടുത്ത് മാത്രമേ ഈ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് സബ്സിഡികളൊക്കെ നൽകാൻ പറ്റത്തുള്ളൂ. വെൽഫെയർ എന്ന പേരിൽ ജനങ്ങൾക്ക് പിന്നെ വോട്ട് ബാങ്ക് സൃഷ്ടിക്കാനും ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള റബലിയൻ കുറയ്ക്കാനും ഒക്കെ തന്നെ ഇതുപോലെ ജനങ്ങളെ പാട്ടിലാക്കാനുള്ള വിദ്യയുമായിട്ട് സർക്കാർ മുമ്പോട്ട് വരും. അപ്പം ഇത് കൃത്യമായിട്ടുള്ള അല്ല ശാസ്ത്രീയമായിട്ടുള്ള സാമ്പത്തിക രീതികൾക്ക് വിരുദ്ധമായിട്ടായിരിക്കും ഇത് നടത്തുന്നത്. കാരണം ജനപ്രിയ നടപടികൾ എന്ന പേരിലായിരിക്കും. പക്ഷേ രാജ്യത്തിൻ്റെ സാമ്പത്തിക സുസ്ഥിരതയും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഡിസിപ്ലിനെയൊക്കെ തന്നെ, ധനകാര്യ അച്ചടക്കത്തെയൊക്കെ തന്നെ ബാധിക്കുന്ന തരത്തിലുള്ള നയങ്ങളായിരിക്കും ഇത് പൊതുവെ. കാരണം അങ്ങനെ വരത്തുള്ളൂ. സബ്സിഡി നൽകുക, ജനപ്രിയ നടപടികൾ എന്ന് പറഞ്ഞിട്ട് സബ്സിഡികൾ നൽകുക, അതുപോലെ തന്നെ നേരത്തെയുള്ള വായ്പകളൊക്കെ എഴുതി തള്ളുക, പിന്നെ ഈ ശമ്പള കമ്മീഷൻ, അതായത് ഈ ഗവൺമെൻറ്റിൻ്റെ എംപ്ലോയീസിന്, സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ശമ്പള കമ്മീഷൻ ശുപാർശ മുമ്പോട്ട് വാഗ്ദാനം ചെയ്യുക. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ചെപ്പടി വിദ്യകൾ കാണിച്ചിട്ട് ജനങ്ങളെ പാട്ടിലാക്കാനുള്ള തന്ത്രങ്ങൾ ഗവൺമെൻറ് ഇങ്ങനെയുള്ള അവസരത്തിൽ ഉണ്ടാക്കിയെടുക്കുവാനുള്ള മെനയുവാനുള്ള സാധ്യതയുണ്ട്. അത് സമ്പദ് വ്യവസ്ഥയ്ക്ക് കൂടുതൽ ക്ഷീണം പകരുന്നതായിരിക്കും എന്നാണ് ഈ പറഞ്ഞ ജേർണലിസ്റ്റ് പറയുന്നത്. അപ്പം അദ്ദേഹം പറയുന്നത് ഇത് ഈ അഞ്ചവസ്ഥകൾ വളരെ പ്രകടമായിട്ടുള്ളതാണ്. ഇത് ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിൽ തിരുത്താൻ കഴിയാത്ത, എന്നുവെച്ചാൽ ഒരു പോയിന്റ് ഓഫ് നോ റിട്ടേൺ എന്ന് പറയും, തിരുത്താൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് ആണ് നീങ്ങുന്നത് എന്നാണ് പറയുന്നത്. ഇപ്പോൾ വളർച്ചയൊക്കെ ഉണ്ട് ഇന്ത്യക്ക്. IMF പറയുന്നുണ്ട്, അവർ പറയുന്നുണ്ട്, ഇവർ പറയുന്നുണ്ട്, അടുത്ത വർഷം ഈ വർഷം എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ത്യ വളരും, ഇന്ത്യയിൽ വളർച്ച ഉണ്ടാകും. ചിലവർ 6.5, ചിലവർ 6.8, ചിലവർ 7.2, ഇങ്ങനെയൊക്കെ കണക്കുകളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ പ്രൊഡക്ടിവിറ്റി അതുപോലെ തന്നെ ജോബ് ക്രിയേഷൻ ഇതൊന്നും നടക്കുന്നില്ല. ഈ രണ്ട് മേഖലകളും കാര്യമായിട്ട് ഇമ്പ്രൂവ്മെൻ്റ് ഇല്ല. കാരണം ഇതാണല്ലോ എക്കോണമിയുടെ പിന്നെ ഗ്രോത്തിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. ഉൽപാദനക്ഷമത, കാരണം പ്രൊഡക്ടിവിറ്റി വർദ്ധിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണല്ലോ. അതുപോലെ തന്നെ ജോബ് ക്രിയേഷൻ നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എക്കോണമി പിന്നെ ഡൈനാമിക്കാണ്, എക്കോണമി വളരുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഏറ്റവും പ്രത്യക്ഷമായിട്ടുള്ള പ്രകടമായിട്ടുള്ള തെളിവാണ്. അപ്പോൾ ഇത് രണ്ടും നടക്കുന്നില്ല, അതിൻ്റെ അർത്ഥം എക്കോണമി സ്റ്റാൻഡ് സ്റ്റില്ലാണ്, അല്ലെങ്കിൽ എക്കോണമിയിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇതുപോലുള്ള ചെപ്പടി വിദ്യകളും നയപരമായിട്ടുള്ള പിഴവുകളൊക്കെ തന്നെ വരുമാനക്കുറവുണ്ടാക്കാം, കടബാധ്യത, അതുപോലെ തന്നെ നിക്ഷേപങ്ങൾ മന്ദഗതിയിൽ ആകുവാൻ, എന്ന് വെച്ചാൽ നിക്ഷേപം വരുന്നില്ല, ഓൾറെഡി നിക്ഷേപമില്ല, കാരണം ടാരിഫ് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഗവൺമെൻറ് ഭാഗത്തുനിന്ന് ധനകാര്യ അച്ചടക്കം, തൊഴിൽ സൃഷ്ടിക്കൽ, നിക്ഷേപ സൗഹൃദ നയങ്ങൾ, കുറേ രാജ്യങ്ങളായിട്ടൊക്കെ ഫ്രീ ട്രേഡിലൊക്കെ ഇന്ത്യ ഏർപ്പെടുന്നുണ്ട്, എന്ന് പറയുന്നില്ല. ഈ അടുത്ത സമയത്ത് നമ്മൾ ചർച്ച ചെയ്താണ് ന്യൂസിലൻഡ്, ഒമാന്, ഇപ്പം യൂറോപ്യൻ യൂണിയനുമായിട്ട്, അങ്ങനെ പല യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള ഈ പറഞ്ഞ ഫ്രീ ട്രേഡ്, അമേരിക്കയുമായിട്ടുള്ള ചർച്ച നടക്കുന്നുണ്ട്. പക്ഷേ എത്രത്തോളം അത് ഏത് സമയത്ത് അത് ഫിനിഷ് ചെയ്യുമെന്ന് നമുക്കറിയത്തില്ല. കാരണം അതിനകത്ത് ഒത്തിരി പ്രതിസന്ധികൾ നിലനിൽക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഈ നിക്ഷേപ സൗഹൃദ നയങ്ങൾ, നമ്മുടെ വിദേശ നയങ്ങൾ കുറെ കൂടെ കൂടുതൽ പ്രൊവാക്റ്റീവ് ആക്കുക, അല്ലെങ്കിൽ സ്ഥിരതയുള്ളതാക്കുക. അപ്പം ഇങ്ങനെയൊക്കെയുള്ള കൃത്യമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ കഴിവുള്ള ഒരു ഗവൺമെൻറ് മാത്രമേ സമ്പദ് വ്യവസ്ഥയെ കൃത്യമായ ഒരു ദിശയിലേക്ക് നയിക്കാൻ സാധിക്കത്തുള്ളൂ. ഈ പറഞ്ഞ 5 പ്രതിബന്ധങ്ങളെ നമുക്ക് നേരിടാൻ കഴിഞ്ഞാൽ മാത്രമേ ലോങ് ടേമിൽ നമ്മുടെ ദീർഘകാല വളർച്ച ഉറപ്പാക്കുവാൻ കഴിയുകയും ഇന്ത്യക്ക് ഈ പറഞ്ഞ സാമ്പത്തിക ഒരു ശക്തി എന്ന അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ നിലയിലേക്ക് നമ്മളെ ട്രാൻസ്ഫോം ചെയ്യാൻ സാധിക്കത്തുള്ളൂ എന്നാണ് ഈ പറഞ്ഞ വ്യക്തിയുടെ നിരീക്ഷണം. അപ്പം ഇത് നമ്മൾ പറഞ്ഞത് സമ്പദ് വ്യവസ്ഥ പുറമേ നിന്ന് നോക്കുമ്പോൾ വളരെ ഭംഗിയൊക്കെ ഉണ്ട്, വളർച്ചയൊക്കെ ഉണ്ട്, സ്റ്റോക്ക് മാർക്കറ്റും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആഭ്യന്തരമായിട്ട് നമ്മൾ ഒന്ന് സൂക്ഷ്മമായിട്ട് പരിശോധിക്കുമ്പോൾ ഈ പ്രധാനപ്പെട്ട ഈ 5 പ്രതിസന്ധികൾ അല്ലെങ്കിൽ പിന്നെ
ക്രൈസിസ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ചുറ്റിപ്പറ്റി ഒരു ഡമോക്കിൾസ് സോഡ് പോലെ, ഡമോക്കിൾസിൻ്റെ വാൾ പോലെ നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ കഴുത്തിന് ചുറ്റുമുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് ഗവൺമെൻറ് പരിഗണിച്ചില്ലെങ്കിൽ പ്രൊവാക്റ്റീവായിട്ട് ഈ പറഞ്ഞ എന്താ തൊഴിൽ സൃഷ്ടിക്കുക, അതുപോലെ തന്നെ ധനകാര്യ അച്ചടക്കം, പിന്നെ വിദേശ നയങ്ങൾ അല്പം കൂടെ മെച്ചപ്പെടുത്തുക, നിക്ഷേപ സൗഹൃദ നയങ്ങൾ, അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രണ്ട്ലി പോളിസീസ് കൂടുതൽ ശക്തമാക്കുക, ഇതിലൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇന്ത്യക്ക് ഈ പറഞ്ഞ സമ്പദ് വ്യവസ്ഥയിലുള്ള ക്രൈസിസിനെ ഓവർകം ചെയ്യാൻ സാധിക്കും എന്നാണ് ഈ പറഞ്ഞ ദേശാഷിപ് ബസു അദ്ദേഹത്തിൻ്റെ അനാലിസിസ് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ സമ്പദ് വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട വാർത്തകൾ. അപ്പം ഇത്രയും നമുക്ക് തൽക്കാലം അവൈലബിൾ ആയിട്ടുള്ള ചില ഇൻഫർമേഷനാണ്. ഇത്രയും പറഞ്ഞ ഈ ടോപ്പിക്കോട് അവസാനിപ്പിക്കുകയാണ്. മറ്റു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ എല്ലാവർക്കും നന്ദി, നമസ്കാരം.